മോശമായിരുന്നു. അവിടുത്തെ മരണം മോശമായ മരണമായിരുന്നു. തങ്ങളെ എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചു. ആ ജ്യേഷ്ഠന്റെയും മരണം മോശമായിരുന്നു. അള്ളാന്റെ പള്ളിയില് ബാങ്ക് വിളിച്ചിരുന്ന എന്റെ 2 കൂടപ്പിറപ്പുകളുടെയും മരണം മോശമായ മരണമായിരുന്നു. അവരുടെ ആക്കിബത്ത് മോശമായി. തങ്ങളെ അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. പേടിയാണ് തങ്ങളെ, പേടിയാണ് തങ്ങള്. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. അതിനാണ് ഞാൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്. മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തുകൊണ്ടാണ് ഇവരുടെ മരണം മോശമായത്, ഇവരുടെ ആഖിബത്ത് മോശമായത്? ഇവരെന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ്? എന്റെ പ്രിയമുള്ള സഹോദരാ, അവര് കള്ള് കുടിക്കുന്നവരായിരുന്നില്ല, അവര് കഞ്ചാവടിക്കുന്നവരായിരുന്നില്ലോ, അവര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിരുന്നില്ലോ, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ലോ, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ലോ, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ലോ, അവർ അല്ലാഹുവിനെ മറന്ന് നടന്നവരായിരുന്നില്ലോ. പിന്നെ അവരുടെ അവസാനം മോശമാകാറുള്ള കാരണമെന്താ? ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ, ഇത് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കാറുള്ള ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, TV കാണുന്ന ഉമ്മ, സീരിയല് കാണുന്ന ഉമ്മ, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന ഉമ്മ, അന്യപുരുഷന്റെ ശരീരം കാണുന്ന പെങ്ങളോ, വാട്സപ്പിലൂടെ വൃത്തികേടുകൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ചെറുപ്പക്കാരാ, ഇവർ 2 പേരുടെയും ആക്കിബത്ത് മോശമാകാറുള്ള കാരണമെന്നറിയുമോ? ആ ചെറുപ്പക്കാരനോട് മഹാനവറുകൾ ചോദിക്കുന്നു, മോനെ, നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവുമുണ്ടായിരുന്നോ? നിന്റെ കൂടപ്പിറപ്പുകൾക്ക് വല്ല മോശമായ സ്വഭാവമുണ്ടായിരുന്നു? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ 2 സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന ഒരു ദുശീലം ഏതെന്നറിയോ? നിനക്കുള്ള ദുശീലമാടാ ചെറുപ്പക്കാരാ. വാപ്പാ, നിനക്കുള്ള ദുശീലമാണ്. ഉമ്മ, പെങ്ങളെ, നിനക്കുള്ള ദുശീലമാണ്. അവരുടെ 2 പേരുടെയും ദുശീലം എന്തെന്നറിയോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം എന്റെ 2 സഹോദരങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവരുടെ മരണം മോശമായത്. അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ചെറുപ്പക്കാരാ, നിസാരമല്ലടോ അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നത്. അതൊരു നിസാര പാപമല്ല പെങ്ങള്, അതൊരു നിസാര തെറ്റല്ല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് മോഹമുണ്ടോ? നിർത്തിക്കോ, നിന്റെ ഈ ദുശീലം നിർത്തിക്കോ. അവിടെന്ന് പറയുകയാണ്, അവിടെന്ന് പറയുന്നു, തങ്ങള് എന്റെ 2 സഹോദരന്മാർക്ക് അവിടെന്ന് പറഞ്ഞു കൊടുക്ക, എന്റെ 2 ജ്യേഷ്ഠന്മാർക്ക് ഒരു ദുശീലമുണ്ടായിരുന്നു. എന്താ ദുശീലം? അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കുണ്ടല്ലോ 5 നേരം നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും.